പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. മോദിയുടെ ശവമടക്കം നടത്തും, ഇന്നല്ലെങ്കിൽ നാളെ അത് നടത്തുമെന്നാണ് ഇവർ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാംലീല മൈതാനത്തിൽ നടക്കുന്ന വോട്ട് ചോരി പ്രതിഷേധ റാലിയിൽ വെച്ചുകൊണ്ടാണ് മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടുകൂടി വ്യാപക പ്രതിഷേധമാണ് കോൺഗ്രസിനെതിരെ ഉയരുന്നത്. ഇതിനു മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് പല യുവാക്കളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും തന്നെ അറസ്റ്റ് ചെയ്ത് അഴിക്കുള്ളിലാക്കാൻ മോദിയുടെ പോലീസിനും കഴിഞ്ഞിരുന്നു. കേരളത്തിൽ കോൺഗ്രസ് അവരുടെ വിജയം ആഘോഷിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ അവരാകട്ടെ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകരാകട്ടെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ കോൺഗ്രസ് ഇന്നും അധികാരത്തിന് പുറത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഹരിയാനയിലും ബീഹാറിലും BJPക്ക് കുറ്റൻ വിജയം നേടാൻ സാധിച്ചു. എന്നാൽ അവിടെയെല്ലാം തന്നെ കോൺഗ്രസ് ആകട്ടെ അടിപതറി താഴെ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചതും. അതിന്റെ എല്ലാം അമർഷമാകാം ഇപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിൽ പെരുമാറുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തലായി പുറത്തു വരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കേരളത്തിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു. ആ വിജയത്തിൽ അവർ വലിയ രീതിയിൽ കുറ്റങ്ങൾ കണ്ടെത്താൻ അല്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ പോലും ശ്രമം നടത്തിയതായും വിലയിരുത്തലുണ്ട്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാംലീല മൈതാനത്തിൽ നടക്കുന്ന വോട്ട് ചോരി പ്രതിഷേധ റാലിക്കിടയിലാണ് ഇത്തരത്തിൽ ഭീഷണി മുദ്രാവാക്യം മുഴക്കിയിരിക്കുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം, അതായത് SAR ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാംലീല മൈതാനത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുന്നത്. മോദി സർക്കാർ രാജിവെക്കണമെന്ന ആഹ്വാനങ്ങളും റാലിയിൽ ഉയർന്നു കേൾക്കുകയും ചെയ്തു. നിരവധി ഉന്നത കോൺഗ്രസ് നേതാക്കളും റാലിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് MPയുമായ രാഹുൽ ഗാന്ധി ഉടൻ റാലിയെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഫലം അത് പുറത്തു വന്നതോടുകൂടി തന്നെ BJPക്ക് വലിയ രീതിയിലുള്ള വിജയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലഭിച്ചത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് അധികം വൈകാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവുമായി നേരിട്ട് വിളിച്ച് സംസാരിക്കുകയും തിരുവനന്തപുരത്തുണ്ടായ വിജയത്തിൽ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ വിജയം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറയുകയാണ് ചെയ്തത്. 1987 അഹമ്മദാബാദ് പിടിച്ചുകൊണ്ട് BJP ഗുജറാത്തിൽ പിന്നീട് ഭരണം നേടിയതും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ NDA മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെ തന്നെയാണ് പ്രധാനമന്ത്രി ഒരു അഭിനന്ദന കുറിപ്പ് പങ്കുവച്ചിരുന്നു. തിരുവനന്തപുരത്തിന് നന്ദി എന്നുകൊണ്ട് അദ്ദേഹം Xൽ പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA സഖ്യം അത് നേടിയ വിജയമാകട്ടെ കേരള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവാണ് എന്നും അദ്ദേഹം പറഞ്ഞു. UDFനെയും LDFനെയും കേരളം മടുത്തുവെന്നതാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ഇന്നത്തെ ഫലം യാഥാർത്ഥ്യമാകാൻ വർഷങ്ങളായി തന്നെ അടിത്തറയിൽ അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു അടിത്തട്ട് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ കേരളത്തിലെ പ്രവർത്തകർക്കും സാധിച്ചു എന്നതാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു വിജയം എന്നത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: നന്ദി തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDAക്ക് ലഭിച്ച ജനവിധി കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമാണ്. സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നമ്മുടെ പാർട്ടിക്ക് മാത്രമേ നിറവേറ്റാൻ കഴിയൂ എന്നത് ജനങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മുടെ പാർട്ടി അതിനുവേണ്ടി പ്രവർത്തിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത കേരളത്തിൽ ഉടനീളമുള്ള ജനങ്ങൾക്ക് എൻ്റെ നന്ദി. കേരളത്തിൽ UDFനെയും LDFനെയും മടുത്തു. എല്ലാവർക്കും അവസരത്തിനുള്ള ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിനും നല്ല ഭരണം നൽകുന്നതിനും NDA മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നതാണ് അദ്ദേഹം കുറിച്ച വാക്കുകൾ. എന്നാൽ ഇതിൻ്റെ എല്ലാം അമർഷം തീർത്തുകൊണ്ടാണ് ഇപ്പോൾ രാംലീല മൈതാനത്ത് നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ആ ഒരു പരിപാടിക്കിടയിൽ ഇത്തരത്തിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.